വീട് വയ്ക്കാൻ സമയമായോ? കയ്യിൽ മാത്രം നോക്കിയാൽ മതി. ചന്ദ്രമണ്ഡലത്തിൽ ചതുരം വന്നാൽ നീ വീട് വാങ്ങുകയോ വീട് വയ്ക്കുകയോ ചെയ്യും. ചന്ദ്രമണ്ഡലത്തിൽ വെളുത്ത പുള്ളി വന്നാൽ, വിവാഹരേഖ തെളിഞ്ഞാൽ 1 വർഷത്തിനകത്ത് കല്യാണം നടക്കും. അതിന് ഒരു സംശയമാണ്. ഞാൻ കെട്ടൂലെന്ന് പറഞ്ഞാൽ പോലും അവനെങ്കിലും തലി വീഴും. ധനരേഖ മങ്ങിക്കണ്ടാൽ ധനനാശം നരാധിപ. ധനരേഖ മുറിഞ്ഞെന്നാൽ ധനനാശം നരാധിപ. നിന്റെ ധനരേഖ മുറിഞ്ഞു കിടക്കുന്ന സമയത്ത് കൊണ്ട് അവൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഓരോ തവണ ഇങ്ങനെ വന്ന് നോക്കേണ്ട ഒരു സാഹചര്യം. കല്യാണം കഴിക്കുന്ന ഒരു പ്രാവശ്യമല്ലേ, എപ്പോഴും നോക്കണ്ടല്ലോ. അതെ, ഒരു ബിസിനസ്. ഒരു വീട് എന്നും വീട് വാങ്ങിക്കുമോ? അങ്ങനെ നമ്മളെ കയ്യിൽ തന്നെ 7 ജാതി കരങ്ങളുണ്ട്. 7 ഡിഫറെന്റ് ടൈപ്പ് ഹാൻഡ്സ് ഉണ്ട്. ഞാൻ പണ്ട് ഗ്രന്ഥങ്ങളിൽ മഹർഷിവര്യന്മാർ എഴുതി വെച്ച് വായിച്ചതാണ്. വിശ്വാസ കുറവ് കാണിച്ചുകൊണ്ടായിരിക്കാം എന്നെ 49 ലോകരാജ്യങ്ങളിൽ ഓട്ടിച്ച്. നീ പോയി നോക്കിയിട്ട് പറയുന്നു പറഞ്ഞു. മനസ്സിലായില്ല. 200 രാജ്യങ്ങളുണ്ട്, 800 കോടി ജനങ്ങളും ഉണ്ട് ഏകദേശം. ഇവരൊക്കെ എല്ലാവരും കൂടി 7 ജാതിക്കരങ്ങളേ ഉള്ളൂ. ഈ ഓരോ ജാതി കൈയാണ്. എൻ്റെ മോന് വിദേശത്ത് പോയി പഠിക്കണം എന്നാണ് അവൻ ബഹളം. വീട്ടിൽ കൊണ്ട് ഭയങ്കര ബഹളം. അവൻ വിദേശത്തേ പഠിക്കുള്ളൂ, എനിക്കിവിടെ പഠിക്കേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് രക്ഷകർത്താക്കളെ മുഴുവനിലാക്കും. ഇവരേലോട്ട് പൈസയില്ല, ഇവര് ലോൺ എടുത്ത് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നോക്കാൻ വരുമ്പോൾ മോൻ്റെ കയ്യിൽ വിദേശത്ത് പഠിക്കാൻ യോഗമില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ അവനെ വിദേശത്ത് അയക്കരുത്. ബൈ ചാൻസ് അവൻ പോയാലും അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല. അവൻ പോവും, പോയതിൻ്റെ ഇരട്ടി വേഗത്തിൽ തിരിച്ചു വരും. അപ്പൊ നമുക്ക് എന്ത് ഈസി ആയിട്ട് ആ ഒരു വിപത്തിൽ പോവാതെ രക്ഷപ്പെടാൻ പറ്റും? പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്കിപ്പം വീട് വയ്ക്കാൻ സമയമായോ? വീട് വയ്ക്കാൻ സമയമായോ? കയ്യിൽ മാത്രം നോക്കിയാൽ മതി. ചന്ദ്രമണ്ഡലത്തിൽ ചതുരം വന്നാൽ നീ വീട് വാങ്ങുകയോ വീട് വയ്ക്കുകയോ ചെയ്യും. ചന്ദ്രമണ്ഡലത്തിൽ വെളുത്ത പുള്ളി വന്നാൽ നിനക്ക് നല്ല വീട്, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല വീട് വയ്ക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ നമുക്ക് വീട് വയ്ക്കാൻ സമയമായോ എന്ന് വേറൊരു ജ്യോത്സ്യൻ എന്തോ പറയിട്ട് ജാതകം നോക്കിയിട്ട്. അങ്ങനെ ജ്യോത്സ്യനെ കൊണ്ട് നോക്കുമ്പോൾ ഗ്രഹനില നോക്കിയിട്ട് വെച്ച വീടുകൾ പലതും പൂർത്തിയാവാതെ ഇങ്ങനെ കിടക്കണുണ്ട്. മനസ്സിലായില്ല? എന്തുകൊണ്ടാണ്? അത് ഈ ജാതകത്തിൽ പറഞ്ഞു എങ്കിലും നമ്മളെ കയ്യിൽ വരച്ചില്ല. വിവാഹരേഖ തെളിഞ്ഞാൽ 1 വർഷത്തിനകത്ത് കല്യാണം നടക്കും. അതിന് ഒരു സംശയമാണ്. ഞാൻ കെട്ടൂലെന്ന് പറഞ്ഞാൽ പോലും അവനെങ്കിലും തലി വീഴും. എനിക്ക് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു നിന്നാലും വിവാഹരേഖ തെളിഞ്ഞാൽ കല്യാണം നടന്നേ പറ്റുള്ളൂ. അപ്പോൾ വിവാഹരേഖ തെളിഞ്ഞു, അപ്പോൾ നിങ്ങൾ കല്യാണത്തിന് നോക്കിക്കോളൂ. മോളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല, പഠിത്തമൊക്കെ സൈഡിൽ നിൽക്കിട്ട് നീ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയും. കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇനി നോക്കിക്കൊണ്ടിരിക്കരുത്, കാരണം രേഖ തെളിഞ്ഞു. ഈ തെളിയുന്ന സമയത്ത് നടന്നില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അഫയർ ആയിരിക്കും പറഞ്ഞേ. നമ്മൾ കിട്ടാനൊന്നും പോയില്ലെങ്കിൽ ഏതെങ്കിലും വന്ന് വന്ന് ചീത്ത പേരാക്കിയിട്ട് പോകും. മറ്റത് നമ്മൾ നോട്ടീസ് അടിച്ച് എല്ലാവരെയും അറിയിക്കും. മറ്റതല്ലാതെ തന്നെ ആളുകൾ പറഞ്ഞറിയിച്ചോളൂ. രണ്ടും നീറ്റിൻ്റെ ഇതിലല്ലേ. നമ്മൾ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണ ലെറ്റർ അടിച്ച് എല്ലാവർക്കും കൊടുത്ത് അറിയിക്കും. മറ്റത് എന്തെങ്കിലും ചീത്ത പേര് വന്ന് അവർ ഇങ്ങനെ പറഞ്ഞ് നടന്ന് നാട് മൊത്തം പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ നല്ലൊരു പേര് നെറ്റിയിലൊട്ടിച്ച് തരും. രണ്ടായാലും ആ സമയത്ത് നടക്കും. അപ്പം നല്ല രീതിയിൽ നടത്തണേലേ നല്ലത്. അതുപോലെ നമുക്ക് ജോലി കിട്ടാൻ സമയമായോ? എനിക്കിപ്പോൾ ജോലി, ഞാൻ മറ്റേ PSCക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അതിന് പോവുകയാണ്, ഇതിന് പോവുകയാണ്, ജോലിക്ക് സമയമായോ? കയ്യിൽ ഉദ്യോഗരേഖ തെളിയും. ധൈര്യമായിട്ട് നമ്മൾ അപ്പോഴും കഠിനാധ്വാനം ചെയ്യണം, കഠിനമായി വർക്ക് ചെയ്യണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായോ? എനിക്കൊരു ബിസിനസ് തുടങ്ങണം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒന്ന് തുടങ്ങണം. അപ്പോൾ ആ ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങുമ്പോൾ നമ്മളെ സമയത്തിന് ആസ്പദമാക്കി മാത്രമാണ്. നമ്മളൊരു ഗ്രൂപ്പായിട്ടൊരു ജോലി ചെയ്യുമ്പോഴോ എല്ലാവരുമായിട്ട് ചേർന്ന് ചെയ്യുമ്പോഴോ എല്ലാവരുടെ സമയത്തിന് ആരെങ്കിലും നല്ല സമയം ഉണ്ടെങ്കിൽ നമ്മൾ കൂടി അതിൽ ഒട്ടിപ്പോകും. ആണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ അതിൻ്റെ അളവ് കുറയും. അവൻ കുറെ കൊണ്ടുപോകില്ലേ. അവന് യോഗം ഇല്ലാത്തവന് നമ്മൾ കൊടുക്കും. ഇപ്പം നമ്മളെ 100 രൂപ ഇരിക്കുകയാണ്, ഒരിക്കൽ അധ്വാനിക്കാത്ത ഒരുത്ത ഇരിക്കുകയാണ്, 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് എടുക്കാം. 25 രൂപ ചുമ്മാ ആയിക്കണം കൊടുക്കണ്ടേ? അതുപോലെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഈ യോഗം ഇല്ലാത്തവൻ, സമയം കൊള്ളാത്തവനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ആവില്ല. അപ്പം നമുക്ക് സാമ്പത്തിക നേട്ടം വരില്ല. ഇപ്പം 4 പേര് ചേർന്നൊരു ബിസിനസ് ചെയ്യുമ്പോൾ 3 പേർക്ക് സമയം കൊള്ളാമെങ്കിൽ ഈ രണ്ടാമത്തവന് ഒരാളുടെ സമയദോഷം ബാധിക്കില്ല. 3 പേരെ പോസിറ്റീവ് ഉണ്ട്, ഈ നെഗറ്റീവ് അങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കൊരു ബിസിനസ് നോക്കണം. ബിസിനസ് ചെയ്യുന്ന സമയത്ത് ധനരേഖ നോക്കും. നമ്മളെ കയ്യിൽ ധനരേഖയുണ്ട്.
ധനരേഖ മങ്ങിക്കണ്ടാൽ ധനനാശം നരാധിപ. ധനരേഖ മുറിഞ്ഞെന്നാൽ ധനനാശം നരാധിപ. നിന്റെ ധനരേഖ മുറിഞ്ഞു കിടക്കുന്ന സമയത്ത് കൊണ്ട് അവൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ധനനാശം. ആ പൈസ എല്ലാം പിന്നെ അവൻ കാണേണ്ടി വരത്തില്ല. അപ്പോൾ ധനരേഖ തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് അവൻ ധനമാർഗം തേടാൻ പോയാൽ ധനപുഷ്ടി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഈ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ തവണയും പുറത്തു പോകണമോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ സമയമായോ ഒരു ബിസിനസ് തുടങ്ങണോ, അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ വന്ന് നോക്കേണ്ട ഒരു സാഹചര്യം. കല്യാണം കഴിക്കുന്ന ഒരു പ്രാവശ്യമല്ലേ, എപ്പോഴും നോക്കണ്ടല്ലോ. ഇങ്ങനെ ഓരോ അതെ, ഒരു ബിസിനസ് ഒരു വീട് എന്നും വീട് വാങ്ങിക്കുമോ? ഒരു വീട് വാങ്ങിക്കാൻ പോണ സമയത്ത് ജോത്സ്യനെ കാണണം, ഒരു കല്യാണം കഴിക്കാൻ പോണ സമയത്ത് ജോത്സ്യനെ കാണണം, ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ പോണെങ്കിൽ ജോത്സ്യനെ കാണണ്ട. മനസ്സിലായില്ലേ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. വീട് വയ്ക്കാൻ പോകുമ്പോ നമ്മള് ഓരോ കാര്യത്തിന് നമ്മൾ ഒരാളുടെ അഡ്വൈസ് തേടി നമ്മൾ പോയാൽ നമുക്ക് വിപത്ത് വരത്തില്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ പല വലിയ ബിസിനസ്സുകാർ, നമ്മൾ പേര് പറഞ്ഞില്ല, അവരുടെ പലരുടെയും കൺസൾട്ടൻ്റാണ് ഞാൻ. അപ്പോൾ അവരുടെ കയ്യിൽ കോടികളുടെ പൈസയുണ്ട്. അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ പറയാണ് നിങ്ങൾക്കൊരു 4 മാസത്തേക്ക് വേണ്ട. എവൻ ഈ പൈസ എടുക്കില്ല, എവൻ തൊടിയില്ല, ആരിഞ്ഞി കിടന്ന് ചാടിയാലും. കാരണം ആ കൊള്ളാത്ത സമയത്ത് അവൻ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവില്ല. പിന്നെ പോണതാരാണ്? സാധാരണ ആൾക്കാർ എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചെന്ന് ചാടി ഈ പൈസ എല്ലാം പോയി പിന്നെ ജോത്സ്യന് ദക്ഷിണ കൊടുക്കാൻ നിവർത്തിയില്ലാതെയാണ് നമ്മളെടുത്ത് വരുന്നത്. അങ്ങനെ നോക്കുന്നതിനേക്കാൾ നേരത്തെ നോക്കണേല് നല്ലത്. നമ്മളൊരു വഴിക്ക് പോയി പോകുന്നതിന് മുമ്പ് ഒരു അഡ്വൈസ് തേടിയിട്ട് എന്ത് കാര്യത്തിനും നമുക്കൊന്ന് വന്നിട്ട് അതിനെ പ്രതിവിധി ചെയ്യുന്നതിനേക്കാൾ വരാതെ സംരക്ഷിക്കുന്നതാണ് നല്ലത്. 100%. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അതാണ് ഫ്യൂച്ചർ. നമ്മളൊരു ഫ്യൂച്ചർ അറിയണം. ഫ്യൂച്ചർ എങ്ങനെ? അപ്പം ഒരാൾ ഒരു കാര്യം ചെയ്ത് സക്സസ് ആയി, ഞാനും അത് ചെയ്താൽ സക്സസ് ആവും, എനിക്ക് അവനെക്കാൾ ബുദ്ധിയുണ്ട്, എൻ്റെ കയ്യിൽ അവനെക്കാൾ നിവർത്തിയുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങ് ചെയ്താൽ. അവനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം അവൻ ഇറങ്ങാൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ നമ്മളെ കയ്യിൽ തന്നെ 7 ജാതി കരങ്ങളുണ്ട്. 7 ഡിഫറെന്റ് ടൈപ്പ് ഹാൻഡ്സ് ഉണ്ട്. ഇത് ഞാൻ പണ്ട് ഗ്രന്ഥങ്ങളിൽ മഹർഷിവര്യന്മാർ എഴുതി വെച്ച് വായിച്ചതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നല്ലോ? പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാവർക്കും കൂടി 7 തരത്തിലുള്ള കൈയുണ്ട്, അല്ലാതെ ജാതിയൊന്നുമില്ല, അല്ലാതെ ജാതിയും മതമൊന്നും ഇല്ല. ഈ ലോകത്ത് അന്ന്, അതായത് 6000 വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിഷശാസ്ത്രം എഴുതിയ സമയത്ത് 7 ജാതി കരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാവർക്കുമായിട്ട് 7 ജാതി കരങ്ങളേ ഉള്ളൂ. അന്ന് ഈ ലോകരാജ്യങ്ങളിൽ പോകാനോ ലോകത്ത് പോയി നോക്കാനോ അങ്ങിരിക്കുന്ന രാജ്യത്തുള്ളവർക്ക് ഏത് ജാതി കൈയെന്ന് കണ്ടുപിടിക്കാനോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മഹർഷിവര്യന്മാർ എങ്ങനെ ഈ 7 ജാതി കൈയെന്നുണ്ടോ അവരിങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പഠിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. മനസ്സിലായി? സ്വാഭാവികമായിട്ട് നമ്മൾ മന്ദബുദ്ധി തരം കൊണ്ട് ചിന്തിച്ചു. കാരണം എങ്ങനെ ഒരു ഇത്രയും ഈ ലോകത്ത് ഇവിടെ ഉള്ള ഇത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ലോകത്ത് ഇത്രയേ ഉള്ളെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എനിക്ക് ചിലപ്പം ഞാൻ അങ്ങനെ മഹർഷിവര്യന്മാരെ വിശ്വാസക്കുറവ് കാണിച്ചുകൊണ്ടായിരിക്കാം എന്നെ 49 ലോകരാജ്യങ്ങളിൽ ഓട്ടിച്ച്. നീ പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അവർക്ക് ഭയങ്കര വിശ്വാസക്കുറവല്ലേ, അപ്പൊ നീ പോയി കണ്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് നീ കാണുമ്പോൾ വിശ്വസിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 100ഓളം രാജ്യത്തുള്ളവരെ കൺസൾട്ട് ചെയ്ത്. കാരണം അമേരിക്ക പോകുമ്പം അമേരിക്കക്കാർ മാത്രമല്ല, ഇപ്പൊ ദുബായിൽ നമ്മളെ ഓഫീസിൽ വരണത് മലയാളികളോ ദുബായിക്കാരോ മാത്രമല്ല, ദുബായിൽ തന്നെ എത്രയോ രാജ്യക്കാരുണ്ട്. അതുപോലെ റഷ്യയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ചൈനയിലോ എവിടെ നമ്മൾ പോകുമ്പോഴും വേറെ രാജ്യക്കാർ കൂടി ഉണ്ട്. അങ്ങനെ 100ൽ കൂടുതൽ രാജ്യക്കാരെ കൺസൾട്ട് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും കൂടി 7 ജാതിക്കാരങ്ങളേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ 7 ജാതി കരങ്ങള് 200 രാജ്യങ്ങളുണ്ട്, 800 കോടി ജനങ്ങളും ഉണ്ട് ഏകദേശം. ഇവരൊക്കെ എല്ലാവരും കൂടി 7 ജാതി കരങ്ങളേ ഉള്ളൂ. ഈ ഓരോ ജാതി കൈയാണ് അവരുടെ ഓരോ മാർഗങ്ങൾ. മാർഗം മീൻസ് നമുക്ക് ഏത് മേഖലയിലൊക്കെ ഒരാൾ ശോഭിക്കും, നമുക്കതിൽ തിരിഞ്ഞു വരുത്താൻ മതിയല്ലോ. നമുക്കൊന്ന് പഠിക്കാൻ പോകണം, നമ്മൾ A സ്ക്വയറും B സ്ക്വയറും ഒക്കെ പഠിച്ചിട്ട് ഒരു അവസാനം സ്ക്വയർ ആവണേ അല്ലാതെ നമ്മളൊന്നും ആയിട്ടില്ല. പിന്നെ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ തലയ്ക്കകത്ത് ആള് താമസം വരാൻ വേണ്ടിയാണ്.
ഈ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചാൽ മാത്രമേ നമ്മൾ തലയ്ക്കകത്ത് ഓരോ ഭാഗങ്ങൾക്ക് വികസനം. ചില കുട്ടി എല്ലാത്തിനും മിടുക്കനായിരിക്കും, പക്ഷെ മാത്സിൽ വീക്കായിരിക്കും. അപ്പോൾ മാത്സിന്റെ ഒരു സ്ഥലമുണ്ട് തലച്ചോറിനകത്ത്, അത് അത്രയ്ക്ക് അവന് വർക്ക് ചെയ്യുന്നില്ല, അത് വീക്ക്. ചില മാത്സിന് അവൻ നമ്പർ 1 ആയിരിക്കും, സയൻസിന് വീക്കായിരിക്കും. കണ്ടിട്ടില്ലേ ചിലരുടെയൊക്കെ? അപ്പോൾ ഇത് പറഞ്ഞ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ തലയ്ക്കകത്ത് ഈ ഈ ഓരോ ഭാഗങ്ങളുണ്ട്. ആ ഓരോ ഭാഗമാണ് ഓരോന്നിനെ സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ ഇതനുസരിച്ചിട്ടാണ് കയ്യിൽ നമുക്കറിയാം ഈ 7 ഡിഫറെൻറ്റ് ടൈപ്പ് ഹാൻഡ്സ് വരുമ്പോൾ ഏത് ജാതി കൈയാണ് എന്നറിഞ്ഞിട്ട് ആ ജാതി കൈക്കാർക്ക് പറഞ്ഞിരിക്കുന്ന കുറേ മേഖലയുണ്ട്. ഉദാഹരണം സ്ക്വയർ ടൈപ്പ് ഹാൻഡ്സ്, നമ്പർ 1 കൈ, ചതുരാകൃതി കൈ. ഈ ചതുര കൈക്ക് പറഞ്ഞിട്ടുണ്ട്, ചതുരാകൃതി കൈക്കാർ അവരെ ദൈവം പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ അവരെ ജനിച്ചവൻ പറയുക, നീ മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുത്ത് നിന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ജീവിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പം പറഞ്ഞു വിട്ടിരിക്കണേ എന്താ? നിന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ അവ യാതിലൊക്കെ ശോഭിക്കും? അവൻ പഠിക്കുന്നത് അധ്യാപകരായി ശോഭിക്കും, അഡ്വക്കേറ്റായി ശോഭിക്കും, ഡോക്ടറായി ശോഭിക്കും, ചാർട്ടേഡ് അക്കൗണ്ടായി ശോഭിക്കും. അപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നിട്ട് രാവിലെ ചാർട്ടേഡ് അക്കൗണ്ട് ഇരുന്നിട്ട് എൻ്റെ വീട്ടിലെ കണക്ക് ഇന്ന് എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. വല്ലവരും കണക്ക് കൊണ്ടുവന്ന് അവൻ നോക്കുകയാണ്. രാവിലെ കഴിച്ച് എൻ്റെ വീട്ടിൽ അമ്മ ഇങ്ങ് വരണം, മക്കൾ ഇങ്ങ് വരണം എന്നും പറഞ്ഞ് ഡോക്ടർ രാവിലെ വെച്ച് സ്റ്റെതസ്കോപ്പും വെച്ച് പരിശോധിക്കൊന്നും ഇരിക്കാതില്ല. നേരെ ആശുപത്രി ചെന്ന് വരണവരെല്ലാം മറ്റുള്ളവരെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അഡ്വക്കേറ്റ് ആവട്ടെ, ടീച്ചർമാരാവട്ടെ. അപ്പോൾ ഈ മേഖലയിൽ വല്ലതും പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ചതുര കൈയാണെങ്കിൽ നീ ധൈര്യമായിട്ട് വെക്കൊള്ളുക. അപ്പൊ നമുക്ക് ആദ്യമേ തിരിച്ചു വിടാമേ. ഇത് പോയി വഴിയിലായി. എനിക്ക് പല രക്ഷകർത്താക്കൾക്കും പറഞ്ഞ ഒരു പ്രത്യേകത, മക്കളിലൂടെയാണ് നമ്മൾ ആഗ്രഹം നേടിയെടുക്കണേ. പണ്ട് മുതലേ കണ്ടുവരുന്ന അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് എനിക്ക് വേറെ ഒരു ആഗ്രഹം, ഇനി പൈസ കാലത്ത് വല്ല ആഗ്രഹം വേറെ ഉള്ളതെന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി നമ്മളെ പിള്ളേരെ പ്രാപ്തമാക്കുക. അങ്ങനെ പിള്ളേരിലൂടെ ആഗ്രഹം നേടിയെടുക്കാൻ പോകുമ്പോൾ പിള്ളേർക്ക് അതിനുള്ള യോഗം ഉണ്ടോ എന്ന് രക്ഷകർത്താക്കൾ നോക്കാറില്ല. ഇപ്പോൾ മരണം എൻ്റെ അടുത്ത് എത്രയോ പേര് വരണോണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം പിള്ളേരെ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, എൻ്റെ മോളെ ആരെങ്കിലും ഒരാളിനെ ഡോക്ടർ ആക്കണം. നല്ല ആഗ്രഹമാണ്. നമ്മളാഗ്രഹം നമ്മളെ പിള്ളേരെ അല്ലാതെ വേറെ ആരെയാക്കാൻ. ഇവർ കൊണ്ടുവച്ച് പൈസ കൊടുത്തോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തോ ഒക്കെ ഈ കുട്ടിയെ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി മാനേജ്മെൻറ്റിലോ ഏതെങ്കിലും ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കും. ഈ കുട്ടി ആദ്യത്തെ ഫസ്റ്റ് ഇയർ ശരിക്കും അനാട്ടമിയാണ്, ഭയങ്കര പാടാണ്. ഈ അനാട്ടമിയെ ബേസ് ചെയ്തിട്ടാണ് ആ മെഡിസിൻ മൊത്തം പഠിക്കേണ്ടത്. ആദ്യം ശരീരത്തെ പഠിക്കണം, ഓരോ ഭാഗങ്ങൾ കീറി മുറിച്ച് ഓരോന്നായിട്ട് എടുത്ത് അതെന്താണെന്ന് പഠിച്ച് തീർന്നാലേ അതിനെ ബേസ് ചെയ്തിട്ട് രോഗവും അതിനുള്ള കേടുകൾ മാറ്റാനും ഒക്കെ അടുത്ത വർഷങ്ങളിൽ പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ വർഷം തന്നെ പാസ്സാവില്ല. കൊച്ചിനെ കൊണ്ട് പറ്റൂല. ചില പിള്ളേർ ബോഡി ആടുമ്പോൾ തന്നെ ഓടും, ഉറങ്ങൂല. ഈ ബോഡി അർത്ഥം പൊളൊന്നും എടുത്തു വെക്കണം, ഓരോ പാർട്ടായിട്ട് എടുത്ത് കൈ കൊടുക്കും. ഇതുണ്ടോ എന്നറിയാതെ പഠിക്കാൻ പോണേ എന്തിന്? ഈ കൊച്ചവർക്ക് മാനസിക രോഗിയാവും. ഇത് 1 വർഷം എഴുതി, 2 വർഷം എഴുതി, 3 വർഷം എഴുതിയിട്ടും ഫസ്റ്റ് ഇയർ പാസ്സാവില്ല. ഫസ്റ്റ് ഇയർ പാസ്സാവാതെ ഇപ്പം അങ്ങോട്ട് അടുത്ത വർഷത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ അനാട്ടമി പാസ്സാവാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. പണ്ടാണെങ്കിൽ എപ്പോഴെങ്കിലും 5 വർഷത്തിനകത്ത് എഴുതിയെടുത്താൽ മതി. ഇപ്പൊ ആ പരിപാടി നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? കൊച്ചു മാനസികമായിട്ട് അങ്ങോട്ട് ഡൗൺ ആവും. ആദ്യം ഇവിടെ തന്നെ മറ്റേ ഇതിന് പോയി 2-3 വർഷം പഠിച്ചിട്ടാണ് അവസാനം അഡ്മിഷൻ എടുത്ത് വന്നത്. ഇവിടെ വന്നിട്ട് 3 വർഷം അങ്ങനെ കൊച്ചിൻ്റെ ഏജും ഓവറായി, കൂടെ ഉള്ള ഒരു ഡോക്ടറുമായി ഈ കൊച്ച് പഠിത്തം ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഈ കൊച്ചിനെ വേറൊന്ന് പഠിക്കാൻ പേടിയാണ്. ഇങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന എത്രയോ കേസുണ്ട്. അതുപോലെ ഡോക്ടർ ആവാൻ പറ്റിയില്ല, എഞ്ചിനീയർ ആക്കാം. നല്ല അല്ലേ? അടുത്ത സെക്കൻഡ് ഓപ്ഷൻ എഞ്ചിനീയർ ആക്കാം. അപ്പോൾ എഞ്ചിനീയർ ആക്കണമെങ്കിൽ സെക്കൻഡ് ടൈപ്പ് കൈ വന്നു, ചട്ടുകാകൃതി കൈ, ലാഡിൽ ഷേപ്പ് ഹാൻഡ്സ്, ചട്ട കൈ വന്നു. നമുക്ക് ധൈര്യമായിട്ട് അവൻ ക്രിയേറ്റിവിറ്റി ഉള്ളവനാണ്, അവൻ ഐഡിയക്കാരനാണ്, അവന് ഐഡിയേ ഉള്ളൂ. അവനെ എന്ത് ചെയ്യണം? നമുക്ക് എഞ്ചിനീയറിംഗ് മേഖല, അവൻ എഞ്ചിനീയർ, അവൻ സയൻറ്റിസ്റ്റ്, കണ്ടുപിടുത്തക്കാർ, പോലീസ് ഓഫീസർ, നീതിന്യായ വകുപ്പിൽ, പട്ടാളം, പോലീസ്, നീതിന്യായ വകുപ്പുകളിൽ എല്ലാത്തിലും ശോഭിക്കും. അപ്പോൾ മോൻ ഇതിൽ ഏതാണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ച് അതിലേക്ക് അവനെ ആദ്യമേ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി അവൻ വേസ്റ്റ് ആവില്ല. അവന് സമയബന്ധിതമായി അവനെ നമുക്ക് വഴി തെളിച്ച് കൊണ്ടുപോകാൻ ഇത്രയും കറക്റ്റായിട്ട് വേറെ ഏത് ശാസ്ത്രത്തിലൂടെ പറ്റും? ജാതകം നോക്കിയിട്ട് പറ്റുമോ? ജാതകം തെറ്റിപ്പോയി എല്ലാം പോയില്ലേ?
മനസ്സിലായി, ജനിച്ച സമയത്തിൽ തെറ്റ് വരാം, ഉം. അതെ. സമയത്തിൽ തെറ്റ് വരാം, ഡോക്ടർമാർ എഴുതി വെക്കുന്നതാണ്, അതിൽ തെറ്റ് വരാം, ജോത്സ്യന് തെറ്റ് വരാം. ജോത്സ്യന് തെറ്റുമൊന്നുകൂടി വരാം. ഞാൻ തന്നെ 25,000-ഓളം ജാതകം എഴുതി, ജയനാരായൺ എഴുതിയ ജാതകം എല്ലാം ശരി എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു അതിശയമില്ല. ഞാൻ ചെയ്ത എപ്പോഴും തെറ്റുകൾ കാണും, കണക്ക് എഴുതി കൂട്ടി ചെയ്യേണ്ടതാണ്. ഇതൊക്കെ തെറ്റ് വരാം, പക്ഷെ ഇത് തെറ്റൂല. ഇത് ഞാൻ എഴുതിയതല്ല, ദൈവം എഴുതിയതാണ്. ഇതിൽ ഒരു വര പോലും തെറ്റൂല. അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് പിന്നെ ഒരു ജാതി കൈയെ കൂടി പറയാൻ നോക്ക്, സമയത്തിന്റെ പരിമിതി കൊണ്ട്. സ്തൂപികാകൃതി കൈ, സ്തൂപികം, അതായത് കോണിക്കൽ ഷേപ്പ് ഹാൻഡ്സ്. സ്തൂപികാകൃതി കൈ കൂടുതൽ നമ്മൾ 100 പേരെ എടുക്കുമ്പോൾ 75% പേരും പെണ്ണുങ്ങളാണ് സ്തൂപിയ കൈ. ഈ സ്തൂപിയ കൈക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് അവർ 3 വിരൽ ചലിപ്പിച്ച് ജീവിക്കുമെന്നാണ്. എഴുത്തെന്നല്ല, ഓരോരുത്തർ ഇരുന്നോണ്ടുള്ള ജോലികൾ ചെയ്യും, ഒപ്പിടും, എഴുതും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യും. ഇങ്ങനെ സ്തൂപിയ കൈക്കാർക്ക് കുറെ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അവര് മാനേജിങ് പവർ ഉള്ളവരാണ്, അഡ്മിനിസ്ട്രേഷൻ പവർ ഉള്ളവരാണ്. മനസ്സിലായില്ലേ? അവരാണ് നല്ലൊരു ശതമാനം പേര് സിവിൽ സർവീസിലൊക്കെ ശോഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എൻ്റെ പിള്ളേരെ ഒന്ന് സിവിൽ സർവീസിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കാതെ വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഡോക്ടറായിട്ട് എഞ്ചിനീയറായിട്ടൊക്കെ ചുരുങ്ങണത്. ഇപ്പം നമ്മളവിടെ തന്നെ ഒരു ഉദാഹരണം എൻ്റെ ഇടയിൽ കൂടി പറയാണ്. സ്തൂപിയ കൈയെ നിൽക്കിട്ട് അവിടെ ഒരു കല്യാണ ആലോചനയായിട്ട് വരെയാണ്. ഉദാഹരണം എൻ്റെ മോള് വെച്ചോളുക. എനിക്ക് അത്യാവശ്യം കൊടുക്കാൻ ഒരു 10-50 പവനും ഒരു വീടും ഒരു കാറും ഒക്കെ കൊടുക്കാനുള്ള നിവൃത്തിയുണ്ട്. അപ്പോൾ എൻ്റെ മോൾ അത്യാവശ്യം തൊലി എളുപ്പമുണ്ട് എന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഉണ്ട് കുറച്ച് ഡിമാൻഡൊക്കെ ഞാൻ ആദ്യം ഇടും. മോളെ കല്യാണം ഏതെങ്കിലും ബ്രോക്കറൊക്കെ വന്ന് ചോദിച്ച മോളെ ഏതെങ്കിലും സിവിൽ സർവീസുകാരനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം സിവിൽ സർവീസിലുള്ള ഏതെങ്കിലും IAS കാരനോ IPS കാരനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ മോക്ക് ഇത് പഠിച്ചിറങ്ങി, അവൾ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, പഠിച്ചിറങ്ങിയപ്പോൾ 24 വയസ്സായി. ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസുകാരനാണ് നോക്കുന്നത്. ഒരു സിവിൽ സർവീസുകാരനും വന്നില്ല. കുറച്ചുകൂടി നമ്മൾ നോക്കിയിട്ട് കാണണം. 1 വർഷം കൂടി കഴിയുമ്പം നമ്മൾ അല്ല ഡോക്ടറായാലും മതി. മനസ്സിലായില്ലേ? പിന്നെ ഒരു ഡോക്ടറെ അന്വേഷിച്ച് നടപ്പാണ്. അത് കഴിഞ്ഞ് നല്ല ഡോക്ടറേയും കിട്ടിയില്ല. എഞ്ചിനീയർ ആയാലും മതി. അത് കഴിഞ്ഞ് അതും ഗവൺമെൻറ് ഡോക്ടർ വേണം, ഗവൺമെൻറ് എഞ്ചിനീയർ വേണം. അപ്പോൾ ഇത് രണ്ടും കിട്ടിയില്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായാലും മതി. അപ്പോൾ 27 കഴിഞ്ഞ്. അപ്പോൾ എത്ര? 27 കഴിഞ്ഞ്. അപ്പോൾ 27 കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. മോൾ ഇത് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഗൾഫുകാരേ വേണ്ട, അതൊന്നും വേണ്ട, വേറെ ജോലിയുള്ളവരും വേണ്ട, ഒരു ജോലി വേറെ ജോലി. ഗവൺമെൻറ്റിൻ്റെ ഓഫീസറൊക്കെ ആണ് നോക്കിയത്. ഏതെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരനായാലും മതി. 27 കഴിഞ്ഞില്ലേ? ഒരു 28-29 ആവുമ്പോൾ ആരായാലും മതി. പിന്നെ പയ്യന്മാരെ കിട്ടാനില്ല. എത്ര കേസെന്നറിയാമോ പൊരുത്തം നോക്കാനും ഇതിനുമായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്.